2022 കോയമ്പത്തൂരിൽ നടന്ന സ്ഫോടനത്തിൽ 5 പേരെ കൂടി പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ച NIA ഷെയ്ഖ് ഹിദായത്തുള്ള, ഉമർ ഫാറൂഖ്, ഫവാസ് റഹ്മാൻ, ശരൺ മാരിയപ്പൻ, അബു ഹനീഫ എന്നിവരെയാണ് പ്രതി ചേർത്തത്. സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നതിനായി പ്രതികൾ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലും സത്യമംഗലം റിസർവ് വനത്തിലും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് NIA പറയുന്നത്. ഡൽഹിയിൽ നിന്ന് വിനീത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, ഈ പുതുതായി പ്രതി ചേർത്തവരുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തം അതിനെ ദേശീയ അന്വേഷണ ഏജൻസി കാണുന്നത് എങ്ങനെയാണ്? ടിക്ക് 2022 കോയമ്പത്തൂരിൽ നടന്ന കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 5 പേരെ കൂടി NIA പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനോടകം ഈ കേസുമായി ബന്ധപ്പെട്ട 17 പേർക്കെതിരെയാണ് NIA കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ തമിഴ്നാട്ടിലേക്കടക്കം 42 സ്ഥലങ്ങളിൽ NIA സംഘം എത്തുകയും അവിടെയൊക്കെ തന്നെ അവർ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ NIAക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ 5 പേരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഷെയ്ഖ് ഹിദായത്തുള്ള, ഉമർ ഫാറൂഖ്, ഫവാസ് റഹ്മാൻ, ശരൺ മാരിയപ്പൻ, അബു ഹനീഫ എന്നിവരെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർക്ക് ഈ ഭീകരവാദവുമായി ബന്ധമുണ്ടെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ധനം സമാഹരിക്കുന്നതിലും ഇവർക്ക് പങ്കുണ്ട് എന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 5 പേരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ ഈ ഗൂഢാലോചന അടക്കം നടന്നത് വിയ്യൂറിലെ അതീവ സുരക്ഷാ ജയിലിലും ഒപ്പം തന്നെ സത്യമംഗലം റിസർവ് വനത്തിലുമാണ് ഈ ഗൂഢാലോചന നടന്നത്. ഇവിടെ ഈ പ്രതികൾ എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുള്ളതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ 5 പേരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ടി കെ വിനീത വിജി വിവരങ്ങൾ നൽകുകയായിരുന്നു.